വള്ളിയിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ യുവാവിനെ കണ്ടെത്തി. മലപ്പുറം കൊണ്ടോട്ടിയിൽ നിന്നാണ് യുവാവിനെ കണ്ടെത്തിയത്. തട്ടിക്കൊണ്ടുപോയി 5-ാം ദിവസമാണ് അന്നൂസ് റോഷനെ കണ്ടെത്തിയത്. രതീഷ് വാസുദേവൻ കോഴിക്കോട് നിന്ന് ചേരുകയാണ്. രതീഷ്, എങ്ങനെയാണ് പോലീസിന് ഈ വ്യക്തിയിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചത്? പ്രതികളിൽ പറ്റി കൃത്യമായ വിവരം ലഭിച്ചിട്ടുണ്ട്? അനിൽ സൂചിപ്പിച്ചതുപോലെ അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ 5 ദിവസത്തെ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും പോലീസിന്റെയും ഉൾപ്പെടെ വലിയ ആശങ്കകൾക്കൊടുവിലാണ് ഈ മലപ്പുറം കൊണ്ടോട്ടിയിൽ നിന്ന് അന്നൂസ് റോഷനെ കണ്ടെത്തിയിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പോലീസ് വലിയ ജാഗ്രതയിൽ 2 അന്വേഷണ സംഘത്തെ ഇതിനുവേണ്ടി യുവാവിനെ കണ്ടെത്താൻ വേണ്ടിയുള്ള അന്വേഷണങ്ങൾക്ക് നിയോഗിച്ചിരുന്നു. ഒരു സംഘം കേരളത്തിന് പുറത്ത് കർണാടക ഉൾപ്പെടെ സ്ഥലങ്ങളിൽ പരിശോധന നടത്തുന്നുണ്ട്. അതിനിടയിലാണ് സമാന്തരമായി കേരളത്തിൽ തന്നെ പരിശോധന നടത്തുന്ന സംഘം കൊണ്ടോട്ടിയിൽ നിന്ന് ഇന്ന് രാവിലെ എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഇത് സംബന്ധിച്ച് വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും അന്നൂസ് റോഷനെ കണ്ടെത്തിയെന്ന വിവരം ഇപ്പോൾ മനസ്സിലാക്കുന്നത് അരമണിക്കൂറിനുള്ളിൽ, അല്പസമയങ്ങൾക്കുള്ളിൽ കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് അന്നൂസ് റോഷനെ എത്തിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കൃത്യത്തിൽ, ഈ യുവാവിനെ തട്ടിക്കൊണ്ടുപോകുന്ന കൃത്യത്തിൽ നേരിട്ട് ഇടപെട്ടുള്ള 7 പ്രതികളെ ഇതുവരെയും പോലീസിനെ കണ്ടെത്താനായിട്ടില്ല എന്നത് ഒരു നാണക്കേടായി അവശേഷിക്കുന്നുണ്ട്. മാത്രവുമല്ല, ഇവരെ സഹായികളെന്ന് കരുതുന്ന 3 പേരെ, ഇവരെ നേരിട്ടല്ലാതെ സഹായിച്ചു എന്ന് കരുതുന്ന 3 പേരെ മാത്രമാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. പക്ഷെ നേരിട്ട് ഈ കാറിലെത്തിയ ഈ 7 അംഗ കൊട്ടേഷൻ സംഘത്തെ പിടികൂടാൻ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ആ പരിശോധനകൾ നടക്കുന്നതിനിടയിലാണ് കൊണ്ടോട്ടിയിൽ നിന്ന് യുവാവിനെ കണ്ടെത്തിയത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കൊണ്ടോട്ടി സ്വദേശിയാണ് പ്രധാനമായും ഈ കൊട്ടേഷൻ ആസൂത്രണം ചെയ്തതെന്നാണ് പറയുന്നത്. എങ്കിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തന്നെ ഈ പ്രദേശങ്ങളിലായിരിക്കും യുവാവിനെ പാർപ്പിച്ചതെന്ന ഒരു സൂചനയുണ്ടായിരുന്നു. അത്തരത്തിലാണ് ഈ യുവാവിലേക്ക് എത്തുകയും ഇന്ന് കണ്ടെത്താനാവുകയും ചെയ്തെന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാലും മറ്റ് പ്രതികൾക്കായുള്ള 7 പ്രതികളും സംസ്ഥാനം വിട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ 2 അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയും അത്തരത്തിൽ പരിശോധന നടത്തുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത്. ഏതായാലും ഈ അന്നൂസ് റോഷന്റെ ജ്യേഷ്ഠൻ, വിദേശത്തുള്ള അന്നൂസ് ജ്യേഷ്ഠൻ, രതീഷ്, അതിലേക്ക് തന്നെയാണ്. ഇതിന്റെ മോട്ടോ എന്താണെന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. യുവാവിനെ കണ്ടെത്തി എന്നുള്ള കാര്യം ആശ്വാസകരമാണെങ്കിൽ പോലും പ്രതികളിലേക്ക് എത്തേണ്ടിയിരിക്കുന്നു. എന്താണ് ഇതിന്റെ പിന്നിലെ കാരണം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മുടെ യുവാക്കൾക്കിടയിൽ വരുന്ന നിയമവിരുദ്ധമായിട്ടുള്ള പണമിടപാടുകൾ ഉൾപ്പെടെയുള്ള ദുരൂഹ ഇടപാടുകൾ ഉൾപ്പെടെ വ്യാപകമായി വരുന്നുണ്ട്. ഇത്തരം കേന്ദ്രങ്ങളിൽ നിന്നെല്ലാം ഉയർന്നു വരുന്ന വാർത്തകൾ ഏറെ ആശ്വാസകരമായിട്ടുള്ള വാർത്തകളല്ല. ഇതിപ്പോൾ നമ്മൾ ഈ പ്രതികളുടെ ദൃശ്യങ്ങൾ തത്സമയം പ്രേക്ഷകരെ കാണിക്കുന്നുണ്ട്. എല്ലാം ചെറുപ്പക്കാരാണ്, ചെറിയ പയ്യന്മാരാണ്. അപ്പോൾ എന്താണ് ഇവർക്ക് ഇതുമായി ബന്ധപ്പെട്ട ഈ വൈരാഗ്യത്തിന് കാരണം? അത് പണമിടപാടാണോ മറ്റെന്തെങ്കിലും ഇടപാടാണോ എന്നതിന് ശക്തമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടോ? ഈ പിടിയിലായവരുടെ മൊഴി ഏത് വിധത്തിലാണ് രതീഷ്? ബിനിൽ സൂചിപ്പിച്ചതുപോലെ ഇത്തരമൊരു പുകമറ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം നിലവിൽ നമ്മൾ മനസ്സിലാക്കിയതനുസരിച്ച്, പോലീസ് ഉൾപ്പെടെ മനസ്സിലാക്കിയതനുസരിച്ച് 50 ലക്ഷത്തിലധികം രൂപ അന്നൂസ് റോഷന്റെ ജ്യേഷ്ഠൻ ഈ കൊട്ടേഷൻ ഏർപ്പാട് ചെയ്ത, അല്ലെങ്കിൽ കൊട്ടേഷൻ സംഘത്തിന്റെ അവരുദ്ദേശിക്കുന്ന അവർക്ക് നൽകാനുണ്ട് എന്നതാണ് പറയപ്പെടുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ചുള്ള ചോദ്യപറച്ചിലാണ് ഇവരെ തട്ടിക്കൊണ്ടുപോയതിലേക്ക് ഇവരെ എത്തിച്ചേർന്നത്. നിരവധി തവണ ഈ പണം ആവശ്യപ്പെട്ട് ഇവർ വന്നിരുന്നു. അത് നൽകാൻ തങ്ങൾക്ക് നേരിട്ട് കഴിയില്ല എന്ന് കുടുംബം ഉൾപ്പെടെ പറഞ്ഞിരുന്നു. ഒരു തട്ടിക്കൊണ്ടുപോകലോ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണമോ കുടുംബം തന്നെയും പ്രതീക്ഷിച്ച സാഹചര്യത്തിലാണ് ഈ ഇളയ മകനെ, യുവാവിനെ, അന്നൂസ് റോഷനെ തട്ടിക്കൊണ്ടുവന്ന സാഹചര്യത്തിലേക്ക് ഉണ്ടായത്. ഇതിനു മുമ്പ് തന്നെ ഇദ്ദേഹത്തിന്റെ അന്നൂസ് റോഷന്റെയും പിതാവ് അബ്ദുൾ റഷീദിനെ ഉൾപ്പെടെ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ പണം നൽകാൻ കഴിയില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് അന്ന് അവർ തിരിച്ചു പോവുകയായിരുന്നു. തുടർന്നാണ് 5 ദിവസം മുമ്പ് കാറിലും ബൈക്കിലും എത്തി ഈ അന്നൂസ് റോഷനെ തട്ടിക്കൊണ്ടുവന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും 50 ലക്ഷത്തിലധികം രൂപ ഏത് തരത്തിലാണ് ഇങ്ങനെ കടക്കാരനായത്, അല്ലെങ്കിൽ ഇവരിൽ നിന്ന് വാങ്ങിയത് എന്നതിനെ സംബന്ധിച്ച് വ്യക്തതയില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സ്വർണ്ണ പൊട്ടികളുമായി ബന്ധപ്പെട്ട നിരവധി കേസുകളും നിരവധി ഏറ്റുമുട്ടലും സംഘർഷവും ഒക്കെ ഉണ്ടാകുന്ന ഒരു ഇടമാണ് കൊടുവള്ളി മേഖലയിലൊക്കെ. നിരവധി കേസുകൾ ഇത് സംബന്ധിച്ച് ഉണ്ടായിട്ടുണ്ട്. ഹവാല പണമിടപാടുമായി ബന്ധപ്പെട്ട ഇത്തരം നിരവധി കേസുകളും പ്രശ്നങ്ങളും ഉണ്ടാകുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അവിഹിത മാർഗത്തിലുള്ള എന്തോ പണമിടപാടാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ എന്തോ ദുരൂഹമായ ഇടപാട് തന്നെയാണ് ഈ തട്ടിക്കൊണ്ടുപോകലിലേക്ക് എത്തിച്ചതെന്ന ഒരു പ്രാഥമിക നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് എത്തിയിട്ടുള്ളത്. എന്നാൽ ഈ വിശദമായ മൊഴി, ഇപ്പൊ കസ്റ്റഡിയിലെടുത്തവരുടെ മൊഴിയിലെ വൈരുദ്ധ്യങ്ങൾ ഇതിലേക്ക് പൂർണ്ണമായി എത്താൻ, അത് സ്ഥാപിക്കാൻ പോലീസിന് കഴിയുന്നില്ല. എന്നാലും ഈ പിടികൂടാനുള്ള 7 പേരെ കണ്ടെത്തിയാൽ മാത്രമേ ഇതിന്റെ യഥാർത്ഥ വസ്തുതാപരമായ കാര്യങ്ങളിലേക്ക്
എത്താൻ സാധിക്കുകയുള്ളൂ എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും അനധികൃതമായ അല്ലെങ്കിൽ അവിഹിതമായ ഏതോ തരത്തിലുള്ള പണമിടപാടുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ തന്നെയാണ് ഈ തട്ടിക്കൊണ്ടുപോകലിലേക്ക് എത്തിയതെന്നാണ് മനസ്സിലാക്കുന്നത്. വലിയ തുകയാണ്. ഇവർ പറയുന്നതനുസരിച്ച് തന്നെ 50 ലക്ഷത്തിലധികം രൂപ എന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. എന്നാൽ അതിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഏതായാലും ഇത്തരത്തിലുള്ള ഒരു പണമിടപാടുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് ഇത്തരത്തിൽ തട്ടിക്കൊണ്ടുപോകലിലേക്ക് എത്തിയത്. ഈ ഇത്രയും ദിവസങ്ങൾ ഈ അനൂപ് റോഷനെ തട്ടിക്കൊണ്ടുപോകുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത് പോലീസ് ഇത്രയും തെരച്ചിൽ നടത്തേണ്ടി വന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് അനൂപ് റോഷൻ കിട്ടിയെന്നത് ആശ്വാസകരമായെങ്കിലും ഈ കേസിന്റെ മറ്റ് കാര്യങ്ങൾ പുരോഗമിക്കാൻ ഈ 7 കസ്റ്റഡി സംഘത്തിലെ ആരെങ്കിലും പിടികൂടിയാലോ അല്ലെങ്കിൽ കസ്റ്റഡിയിലായാൽ മാത്രമേ കൂടുതൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് വസ്തുത. ഉറപ്പായും അങ്ങനെ ആ ആളുകളിലേക്ക് എത്തേണ്ടതിന് ഈ യഥാർത്ഥ പ്രതികളിലേക്ക് എത്തേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ പ്രതികളെ സഹായിച്ചവരെയാണ് പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ കാണുന്നത്. അന്നൂസ് റോഷന്റെ ദൃശ്യം കൂടി കാണാനാകുന്നുണ്ട്. അല്പസമയത്തിനോടകം തന്നെ കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് അന്നൂസ് റോഷനെ എത്തിക്കും. ഇവർ തമ്മിൽ എന്താണ് പണമിടപാട് എന്നുള്ളതും പ്രധാനപ്പെട്ട ചോദ്യമാണ്. എന്ത് ഇടപാടിന്റെ പുറത്താണെങ്കിലും ഒരു മനുഷ്യനെ അങ്ങനെ ബന്ധവസിലാക്കാനോ തട്ടിക്കൊണ്ടുപോകാനോ സാധിക്കില്ല. നിയമവിരുദ്ധമായ പ്രവൃത്തിയാണ്. അതിന് കൃത്യമായ രീതിയിൽ പരിഹാരം കണ്ടെത്തിയതിനു ശേഷം എന്താണ് ഇടപാട് എന്നുള്ളതും കണ്ടെത്തേണ്ടത് ആണ് എന്നുള്ളതാണ്. നോക്കൂ, എല്ലാം ചെറുപ്പക്കാരായ ചെറിയ പയ്യന്മാർ മാത്രമാണ്. എങ്ങനെയാണ് നമ്മുടെ യുവത്വം ഇത്തരം കാര്യങ്ങളിൽ ചെന്നുപെടുന്നത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട് നിന്ന് രതീഷ് വാസുദേവൻ.